പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ. കഥ പറയുകയാണ്, എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേത് പോലെ. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. കർത്താവിൻ്റെ ചിന്തകളും മനുഷ്യ ചിന്തകളും നമ്മൾ വ്യത്യാസം എന്താ അറിയോ? കർത്താവ് മനോഹരമായ ഉപമ പറയുകയാണ് ദൈവസ്നേഹത്തെക്കുറിച്ച്. ദൈവം ആരെന്ന് വിശേഷിപ്പിക്കുന്ന മനോഹരമായൊരു ഉപമ. ആരും ഇങ്ങനെ ദൈവത്തെ വിശേഷിപ്പിച്ചിട്ടില്ല. മനോഹരമായ കഥ. ഒരു പിതാവ് 2 മക്കൾ. പിതാവ് സമ്പന്നനാണ്, സ്നേഹനിധിയാണ്. അതിൽ ഇളയ മകൻ പിതാവിനോട് സ്വത്ത് ചോദിച്ചു. ഭാഗം ചോദിച്ച് പോവാണ്, പിതാവിനെ വിട്ട് പോവാണ്, സ്വതന്ത്രമായി ജീവിക്കാൻ അവൻ്റെ ആഗ്രഹം. സ്നേഹനിധിയായ പിതാവ് എതിര് നിന്നില്ല. അവന് സ്വത്ത് ഭാവിച്ചു കൊടുത്തു. അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു. അവൻ പോയി വർഷങ്ങളോളം ജീവിച്ചു. എല്ലാം ദൂർത്തടിച്ച് നശിപ്പിച്ചു. പട്ടിണി കിടക്കുകയാണ്. ആ സമയത്ത് അവന് സുബോധമുണ്ടായി. അവൻ വിചാരിക്കുകയാണ്, ചിന്തിക്കുകയാണ്. കണ്ടോ, ചിന്ത കണ്ടോ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം ഭൃത്യന്മാരുണ്ട്, വേലക്കാരുണ്ട്. എത്രയോ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു. മകനാവാനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ വിട്ടുപോകുന്നതാണ്. എനിക്കൊരു വേലക്കാരനേ ആകാം ചെന്ന് പറയാൻ പോകണം, മാപ്പ് ചോദിക്കാൻ പോകണം. അപ്പനോടുള്ള സ്നേഹമല്ല, അപ്പനെ സ്വന്തമാക്കുവാനുള്ള ആഗ്രഹമല്ല. ഭക്ഷണം കിട്ടണം, ജീവിക്കണം, വേലക്കാരനാവാം. ഇതാണ് മനുഷ്യചിന്ത. തിരിച്ചു വരുന്നു. എന്നാൽ ഈ അപ്പൻ അവൻ പോയ നാൾ മുതൽ ഓരോ പ്രഭാതത്തിലും അവൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ്. അവനെ സ്വന്തമാക്കണം. ഇതാണ് അപ്പൻ്റെ ചിന്ത. ഇതാണ് ദൈവചിന്ത. അവൻ കടന്നു വരുന്നു, വേലക്കാരനാവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവനെ കെട്ടിപ്പിടിച്ചുമ്മ വെച്ച് അവൻ്റെ വസ്ത്രങ്ങൾ മാറ്റി അവനെ നല്ല വസ്ത്രം ധരിപ്പിക്കുന്നു, മോതിരമണിയിക്കുന്നു, ചെരിപ്പണിയിക്കുന്നു, മകനാക്കി സ്വന്തമാക്കുന്നു. പിതാവിൻ്റെ സ്നേഹം കണ്ടോ? അവൻ ചിന്തിച്ചിട്ടില്ലത്. ചിന്തിക്കാത്ത ദൈവസ്നേഹം. ദൈവത്തെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, രക്ഷിക്കാൻ മാത്രമേ അറിയൂ. നശിപ്പിക്കുന്നവനല്ല ദൈവം. മരണത്തെ ദൈവം വിളിക്കുന്നു എന്ന് പറയുന്നു. എന്തിനാണെന്നറിയോ? ഉയർപ്പിക്കാനാണ്, ജീവൻ നൽകാനാണ്. മരണത്തോടെ നശിക്കാനല്ല. ഇനി മൂത്ത മകൻ വയലിൽ നിന്ന് വരുമ്പോൾ ഇളയ മകന് വേണ്ടി വിരുന്നൊരുക്കിയാണ്, സദ്യ ഒരുക്കുകയാണ്. എല്ലാവരും ക്ഷണിച്ച് പിതാവ്. ഇത് കണ്ടപ്പോൾ അവൻ്റെ ചിന്ത, ഇത്രയും നാൾ കൂടെ നടന്നിട്ടും എനിക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കിയിട്ടില്ല. ഞാൻ അപ്പൻ്റെ കൂടെയാണ്. ഇവനെല്ലാം നശിപ്പിച്ച് വന്നിരിക്കുക, ഇവനെ ചേർത്ത് പിടിച്ചിരിക്കുക. കണ്ടോ? മനുഷ്യചിന്ത വേറെ. എന്നാൽ ദൈവിക ചിന്ത, പിതാവ് പറഞ്ഞ എന്താണെന്നറിയോ? നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, എല്ലാം നിനക്കുള്ളതാണ്. അവൻ നഷ്ടപ്പെട്ടതിൽ അവൻ തിരിച്ചു വന്നവനെ ചേർത്ത് പിടിക്കുന്ന സ്നേഹം. ദൈവം ഇതാണ് കേട്ടോ. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് വിട്ടുപോട്ടെ. ദൈവം സ്നേഹമാണ്, സ്നേഹിക്കാൻ മാത്രം അറിയുന്നവൻ. യേശു ഇതാണ് പഠിപ്പിച്ചത്. ആമേൻ.